2 ദിവസം ചെറിയൊരു വിസിറ്റിന് വേണ്ടിയിട്ട് വളാഞ്ചേരി വന്നിട്ടുണ്ടായിരുന്നു. വളാഞ്ചേരിയുടെ പ്രോപ്പർ സ്ഥലം എടയൂരാണ് കേട്ടോ. എടയൂർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശമാണ്. ഈ സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. മലയും കുന്നൊക്കെ ആയിട്ടേ മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. അത് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വന്നതാണ്. പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അമ്മ. അങ്ങനെ ഞാനും അമ്മയും കൂടി വന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ അമ്പലത്തിൽ നിറച്ച ആൾക്കാരാണ്. അപ്പോൾ കെട്ടുനിറ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 100 പേരുടെ അടുത്ത് കെട്ടുനിറ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. 2 ബസ്സിലായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. നാട്ടിലെ ആൾക്കാർ പോകുന്നുണ്ട്. കുട്ടികളും വലിയവരൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഇതാണ് നമ്മുടെ ഗുരുസ്വാമി കേട്ടോ. ഞാൻ കാണുന്ന കാലം മുതൽ ഈ ഒരാളാണ് ഗുരുസ്വാമി. ഗുരുസ്വാമി ഓരോരുത്തർക്കായിട്ട് കെട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നെയ്ത്തേങ്ങ നിറച്ച് മുറുക്കി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കുറേ നാളായിട്ട് മിസ് ചെയ്തിട്ടുള്ള കുറേ കാഴ്ചകളായിരുന്നു. അതൊക്കെ കണ്ടു. പിന്നെ കെട്ടിൽ പൈസ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതും സാധിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ നാട്ടിലുള്ള ആൾക്കാർ ഒട്ടുമിക്ക ആൾക്കാരും നമുക്ക് കാണാൻ പറ്റും. ഒരു കല്യാണത്തിന് പോയ പോലെ എല്ലാം ഒരു ഇത് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാവരെയും കണ്ട് സംസാരിച്ചു. അപ്പോൾ എടയൂർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രാമപ്രദേശമാണ് ശരിക്കും. പക്ഷേ എന്ന് വെച്ചാൽ ഭയങ്കര ഡെവലപ്മെൻ്റ് ഉള്ള സ്ഥലമാണ് കേട്ടോ. ശരിക്കും എൻ്റെ +2 കാലഘട്ടം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തുള്ളൊരു നാടല്ല ഇപ്പോൾ ഇവിടെ ഒരുവിധം എല്ലാം അവൈലബിൾ ആണ്. ബാങ്ക്, ATM എന്ന് വേണ്ട എല്ലാം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ പോയി വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ പുട്ടായിരുന്നു കേട്ടോ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും ചെറുപയറും പപ്പടുമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് അങ്ങനെ ഹാപ്പിയായി. അങ്ങനെ ഞാൻ പറഞ്ഞ 2 ദിവസം ഷോർട്ട് വിസിറ്റ് ആയിരുന്നു. അതിന് ശേഷം തിരിച്ച് ഒറ്റപ്പാലത്തേക്ക് തന്നെ വന്നു കേട്ടോ.